Realme X7 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Realme X7 സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. Realme X7 പിന്നെ Realme X7 Proയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme X7 Pro എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ Realme X7 Proയിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ്ങിൻ്റെ E3 സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. ഏകദേശം 91.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 184 ഗ്രാമാണ്. അപ്പോൾ അധികം വെയിറ്റ് കൂടിയൊരു ഫോണൊന്നുമല്ല ഇത്. പിന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.5 mm ആണ്. പിന്നെ ഈ ഫോൺ രണ്ട് കളർ വേരിയൻസിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഫാൻറ്റസിയും അതുപോലെ തന്നെ മിസ്റ്റിക് ബ്ലാക്കും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1000+ എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. കറക്റ്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ എന്ന് വിളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിൻ്റെ അടുത്ത് വരുന്നൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 8 GB RAM ആണ് വരുന്നത്. 128 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ സ്പോട്ട് വേപ്പർ കൂളിംഗ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 10 ബേസ് ആയിട്ടുള്ള Realme UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സോണി IMX686ൻ്റെ സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.25 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ടെലിഫോട്ടോ ലെൻസൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയേനെ. പിന്നെ ക്യാമറ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഫോണിൽ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് സ്കേപ്പ് 4.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോ നൈറ്റ് സ്കേപ്പ് എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ നൈറ്റ് സ്കേപ്പ് അൽഗോരിതം ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ചില നൈറ്റ് ഫിൽറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് UIS മാക്സ് വീഡിയോ സ്റ്റെബിലൈസേഷൻ അതുപോലെ തന്നെ UIS വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നീ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ തന്നെ സബ്ജക്റ്റ് കളറിലുമായിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന കളർ പോർട്രേറ്റ് വീഡിയോ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ 4500 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 35 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാമെന്നാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 29,999 രൂപയാണ്. പിന്നെ ICICIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 2000 രൂപയുടെ ഓഫും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1500 രൂപയുടെ ഓഫും നമുക്ക് ലഭിക്കും. ഫെബ്രുവരി 10 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ Realme.com വഴിയുമായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. പിന്നെ Realme അപ്ഗ്രേഡ് പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം 70% പൈസ കൊടുത്താൽ മതി. അതായത് ഈ ഫോണിന് 20,999 രൂപ കൊടുത്താൽ മതി. ബാക്കി പൈസ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് Realme X സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് Realme X7 Pro എന്ന ഫോണിൽ വരുന്നത്. എന്നാൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഫോണിൽ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുക്കായിരുന്നു.
എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.